കർത്താവ് തൻ്റെ ദാസന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കും. തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും കുറ്റക്കാരനാകയില്ല. 34-ാമത്തെ സങ്കീർത്തനം 22-ാമത്തെ തിരുവചനം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കർത്താവ് തൻ്റെ ദാസന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കും. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ വീണ്ടെടുക്കുന്ന ദൈവമാണ്. ആമേൻ. അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നശിപ്പിക്കുന്ന ദൈവമല്ല. അവൻ മറന്നു കളയുന്ന ദൈവമല്ല. അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. വീണ്ടും പറയുന്നു, തന്നിൽ ആശ്രയിക്കുന്ന ഒരുവനും കുറ്റക്കാരനാകയില്ല എന്നാണ്. അത് ഈ ആശ്രയിക്കുന്നയാൾ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല, അവൻ്റെ കുറ്റം ദൈവം ക്ഷമിക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് ദൈവം ഒരു കുറ്റവാളിയുടെ കുറ്റം ക്ഷമിക്കുന്നത്? അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിന് വിലയുണ്ടാകുന്നത്. മനഃപൂർവമായി തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ അവന് പകരമായി തൻ്റെ പുത്രനെ മരണശിക്ഷയ്ക്കേൽപ്പിച്ച ദൈവത്തിൻ്റെ അളന്നെടുക്കാനാകാത്ത അനന്ത സ്നേഹമാണ് തന്നിൽ ആശ്രയിക്കുന്നവർ കുറ്റക്കാരാകാതിരിക്കാൻ കാരണം. ദൈവം വെറുതെ ക്ഷമിച്ചു തന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. പകരം തൻ്റെ പുത്രനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടാണ് നമ്മളോട് അവൻ ക്ഷമിച്ചിട്ടുള്ളത്. ആശ്രയിക്കുക, ഈ കർത്താവിൽ ആശ്രയിക്കുക. അവൻ രക്ഷിക്കും. അവൻ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കര അച്ഛൻ.